എങ്ങനെയാണെന്ന് വെച്ചാൽ സോ ഗൈസ്, അപ്പോൾ ഇതിന്റെ റൂൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഫ്രണ്ടിൽ 3 പേർക്കും ഒരേ ഫുഡ് ഐറ്റംസ് ഉണ്ടാവും. ആ ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിച്ചു തീർക്കണം എന്നില്ല, നമുക്ക് കഴിക്കാനുള്ള അവസരമാണ്. പക്ഷേ ഒരു നിശ്ചിത ടൈം ക്രൂ തന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മളോട് പറയത്തില്ല ആ ടൈം എത്രയാണെന്നുള്ളത്, അത് ക്രൂവിന് മാത്രമേ അറിയത്തുള്ളൂ. ഓരോരോ ഫുഡ് ഐറ്റംസിനും ഓരോ റൗണ്ടിലും ഓരോരോ ടൈമിംഗ് ആയിരിക്കും. ഇപ്പം 5 സെക്കൻഡ് ആയിരിക്കും ക്രൂ തീരുമാനിച്ചിരിക്കുന്ന ടൈം എന്ന് വെച്ചാൽ 5 സെക്കൻഡിനുള്ളിൽ നമ്മളത് കഴിക്കണം. അതിൽ കൂടുതൽ നമ്മൾ 5 സെക്കൻഡിൽ കൂടുതൽ നമ്മൾ കഴിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മൈനസ് ആവും. 3 പേർക്ക് ഒരേ ഫുഡാണോ? 3 പേർക്കും ഒരേ ഫുഡായിരിക്കും. എത്ര ടൈമാണ് ക്രൂ ഫിക്സ് ചെയ്തേക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മളത് ഗസ് ചെയ്തിട്ട് നമ്മൾ അതിനുള്ളിൽ കഴിക്കണം. എന്തോരം വേണമെങ്കിലും കഴിക്കാം നമുക്ക്. പക്ഷെ ആ ടൈമിന് ഓവറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു പണിഷ്മെന്റ് ഉണ്ടാവും. അപ്പോൾ അതാണ് റോളും കാര്യങ്ങളും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഗൈസ്. വി ആർ റോഡ് ടു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ ഡു സബ്സ്ക്രൈബ് ഗൈസ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ? യെസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റ് റൗണ്ടില് മിക്സറാണ്. സോ ഗൈസ്, അപ്പോൾ ടൈമർ സെറ്റ് ആണോ? അതെ, ആ ടൈമറിനുള്ളിൽ കഴിച്ച് നിർത്തണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പാനിയും കുടിക്കേണ്ടി വരും. ഓക്കെ. എന്താ കാണിക്കും? മത്സരമല്ലത്. മത്സരമല്ല. Are you ready, babes? Yes, we are ready. I am ready. Okay. 3, 2, 1. മത്സരമാണോ? ജോലയിൽ വിടുന്നു. ഇഷ്ടം. പക്ഷെ ഇത് ഒരുമിച്ച് കഴിക്കുമ്പോൾ രസമില്ല. എന്താ പറ്റിപ്പോ? ഗ്യാസ് കയറിയോ? കണ്ണു നീ ടൈമുണ്ടല്ലോ. ടൈമർ കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ പറ്റില്ല. ടൈമർ കഴിഞ്ഞാ ഇല്ല, കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ പറ്റില്ല. ഇപ്പോഴേ കഴിക്കാൻ പറ്റുള്ളൂ. എനിക്ക് തൊടാൻ തന്നെ പേടിയാ. ബ്രോ എന്തൊരു കൂളായിട്ടിരുന്ന കൂളങ്കിള്. ഞാൻ കഴിച്ചില്ല ബ്രോ. എന്ത് പേടിയാണോ എന്റെ കൂടെ കഴിക്കാൻ? ബ്രോ പണിഷ്മെന്റ് വരുന്നുണ്ട് വരുന്നത്. കൂളങ്കിൾ എനിക്ക് ഇതേപോലെ അങ്കിളിനെ വേണ്ട. വേണ്ട, ഇത് പണി കിട്ടും എന്നാലും. ഓക്കെ. അല്ല എന്റെ ബോഡി ഉണ്ടെന്ന് പറഞ്ഞു മതി. ഓക്കെ. മിനിമം 1 മിനിറ്റ് ഒക്കെ തരുമായിരിക്കും അല്ലേ? ആദ്യത്തല്ലേ? ഇങ്ങനെ പേടിച്ച് ബ്രോ ഒന്നുകൂടെ കഴിച്ചു. 1, 2, 3 സ്റ്റാർട്ട്. അയ്യോ, ഞാൻ ഭാഗ്യം. ടൈമർ കഴിഞ്ഞൊരു 10 സെക്കൻഡ് പറയണ്ടാണ്. ഇതുവരെ അല്ലേ? ഏറ്റവും അവസാനം കഴിച്ച ആളല്ലേ? അങ്ങനല്ല. അവിടെ ഒരു നിശ്ചിത ടൈം ഉണ്ടാവും. ആൾ ഓൾറെഡി ഒരു ഫിക്സഡ് ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ ടൈമിന് ഓവറായിട്ട് കഴിക്കുന്ന ആരൊക്കെയാണോ അവരെല്ലാവരും കുടിക്കേണ്ടി വരും. ബ്രോ ഇച്ചിരി പാനീയല്ലേ? 5 സെക്കൻഡ് കഴിയുമ്പോൾ പറയൂലേ? കഴിക്കാനും തോന്നുന്നു. കുറയുന്നതനുസരിച്ച് പോയിന്റ് ഇല്ലേ? അതിന് പോയിന്റ് ഒന്നുമില്ല. 5 സെക്കൻഡ് മാക്സിമം. 10 സെക്കൻഡ് പറയും. ചിലപ്പോ ഇത് വായിലേക്ക് ഇടുമ്പോഴേക്കും ചിലപ്പോൾ പറയുന്നത്. ഞാൻ വേണമെങ്കിൽ ഒരു കമ്മിനോട് തരാം. 1, 2, 3 സ്റ്റാർട്ട്. കാണിക്കാണ്ട നീ കഴിക്കി. 1, 2, 3 സ്റ്റാർട്ട്. ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് വേണ്ട, ഇത്ര വേണ്ട, മതി, എനിക്ക് ഇത്ര മതി. എന്റെ ടൈമിങ് കഴിഞ്ഞ് ഞാൻ തിന്നിട്ടില്ല. മതിയാ ബ്രോ? അതല്ലോ ഇവിടെ വരും. ഇതെന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? അതല്ല അങ്ങോട്ട് നല്ല മിച്ചറാ. നല്ല മിച്ചറ്, കിള്ള മിച്ചറാ. കഴിക്കാനും തോന്നുന്നുണ്ട്. ചതിക്രൂര് നല്ല സാധനങ്ങളൊക്കെ കിട്ടാൻ. 1, 2, 3 സ്റ്റാർട്ട്. വായോ കൈ പിടിച്ച പണിയാണ്. അല്ല അവിടെ കഴിച്ചാലേ കുഴപ്പമുള്ളൂ. ഞാൻ എന്റെ ക്രൂവിനെ എന്ത് സ്പോൺസർ ചെയ്യുന്നത്? എനിക്ക് ക്രൂവിനെ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ കുറഞ്ഞു. എനിക്ക് മാർക്ക് വേണ്ട, കാരണം എന്റെ കുറഞ്ഞു. ഞാൻ കഴിച്ചു. ആണല്ലേ? ഇനിയും ടൈം ഉണ്ടോ? അതെ, DBCB ഒന്നുകൂടെ നമുക്ക് പിടിച്ചല്ല. വേണ്ട, വേണ്ട. നമ്മൾ എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്? ഇതിപ്പോ എങ്ങനെ സംഭവിക്കാൻ? ഇത് ഓൾറെഡി എനിക്ക് തോന്നുന്നു കഴിഞ്ഞിട്ടുണ്ട്.
അയ്യടി കുറുവിനെ ഞാൻ വിശ്വസിച്ചു. അയ്യോ പിന്നല്ല. ബ്രോ അതെടുത്തരും, ഓറഞ്ച് എടുത്തരും. ബ്രോ എടുത്തോ? ബ്രോയുടെ കയ്യിൽ മറ്റേ വെണ്ടയ്ക്കൊന്നും ഇല്ലല്ലോ. എടുക്ക്. ഞാൻ ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട്, എനിക്കത് മതി. നിങ്ങളൊക്കെ ഇനി നിങ്ങൾ ഇനി വേണമെന്നുള്ള മൈൻഡില്ലേ? ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഫുഡിൽ, എനിക്ക് ഇത്രയും മതി. ഐ എം സാറ്റിസ്ഫൈഡ്. നിങ്ങളൊക്കെ എവിടെ ഇരുന്നോ? അയ്യോ ഇത് കഴിക്കാൻ പാടൂ, അയ്യോ നിങ്ങളിപ്പോ മരിച്ചാലോ? ഇന്നലത്തെ തലനില പറഞ്ഞില്ലേ നമുക്ക് അടുത്ത മിനിറ്റിൽ കഴിക്കാൻ പറ്റുമെന്ന് യാതൊരു ഉറപ്പില്ല. അപ്പൊ കഴിക്കുക. ശരിയാ, ഇയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അടുത്ത മിനിറ്റ് ഒരു മത്സരത്തിന് ജയിക്കാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ ബ്രോ. ബ്രോ ഇങ്ങനെ ഇപ്പൊ കഴിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, ബ്രോ ഒരു 40 വയസ്സിൽ ബ്രോ ചാവും. ആര്? ബ്രോ 40 വയസ്സിൽ ചാവും. നീയാണല്ലോ കോടതി. ബ്രോ എന്റെ ഒരു കണക്കൂട്ട് വെച്ച് ഇങ്ങനെ കഴിക്കണമെങ്കിൽ 40 വയസ്സിൽ ചാവും. 40 ചിലപ്പോ ഈ നിങ്ങൾ അടുത്ത മിനിറ്റിൽ തന്നെ ബ്രോ ഷൂസ് ഇടേണ്ടി വരും. ആയിക്കോട്ടെ, ബട്ട് സ്റ്റിൽ ഐ ആം സാറ്റിസ്ഫൈഡ്. എന്താ? ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് മൈ ലൈഫ്. ഞാൻ അല്ലായിട്ടുണ്ട്, ഞാൻ മെലിഞ്ഞിരുന്നിട്ടുണ്ട്, ഞാൻ തടിയനായിട്ടുണ്ട്, ഞാൻ മസിൽ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാം എക്സ്പ്ലോർ ചെയ്തു. ഇതെപ്പോഴും മസിൽ ബിൽഡ് ചെയ്തത്? അതെ, ഇവിടെ അല്ല ബിൽഡ് ചെയ്തത്. മസിലിന്റെ കാര്യം എനിക്ക് ഞാൻ ലൈഫ് എല്ലാ സ്റ്റേജസും എനിക്ക് എക്സ്പ്ലോർ ചെയ്യും. ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്റെ തടിയനായിട്ടുള്ള ഒരു മിനിറ്റ് 2 മിനിറ്റ് 42 സെക്കൻഡ് ഇനിയും ബാലൻസ് ഉണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ക്രൂവിന് ഇഷ്ടമാ. 10 സെക്കൻഡ് കൂടി തരുവാ. ഇനി ഇതിനെ തൊടരുത്. പണിഷ്മെന്റ് എന്തായാലും ഉറപ്പാ. അപ്പൊ എത്ര വേണമെങ്കിലും കഴിച്ചോ. ഓനെ ഒരു 10 റൗണ്ടിൽ തന്നെ ഫെയിൽ ആയില്ല. എങ്ങനെയുണ്ട്? കൊള്ളാവാ? കൊഞ്ചന കുത്തണോടാ. കൊള്ളാം. നമ്മള് ചാലഞ്ച് ഈ ഉണ്ടല്ലോ അവിടെ ഇവിടെ ഒക്കെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ എടുത്തു. എന്തായാലും നമുക്ക് നേരെ സെക്കൻഡ് റൗണ്ടിലേക്ക് പോകാം. ഫസ്റ്റ് റൗണ്ട് ഇപ്പോ വിജയിച്ചിരിക്കുന്നത് ജക്രമേമിയും ഞാനുമാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ സെക്കൻഡ് റൗണ്ടിലെ ഐറ്റം വന്നിട്ട് മെഴ്സലീസിന്റെ ഒരു ഐസ്ക്രീം ഫ്രൂട്ട് ബെയർ ആണ്. എന്തേ എനിക്കിപ്പോ സത്യം പറഞ്ഞ തൊണ്ടവേദനയാ. ബ്രോയ്ക്ക് വേണോ? ബ്രോക്ക് അത് പെട്ടെന്ന് കുടിക്കണല്ലേ, ഞാൻ ആ ഒരു ഇത് നിൽക്കുന്നുണ്ട്. സോ ഗൈസ്, ഇത് പൈനാപ്പിൾ ഐസ്ക്രീം ആണ് കേട്ടോ. പൈനാപ്പിൾ ഐസ്ക്രീം, പൈനാപ്പിൾ. എന്താണ് ബ്രോ, ഇഷ്ടപ്പെട്ടാ? മടിച്ച് കയറ്റി ഇത് ഫുള്ള് കഴിക്കുമോ ബ്രോ? ഫുള്ള് കഴിക്കാൻ എനിക്ക് തോന്നില്ല, കാരണം ഇത് എത്ര സമയമാണെന്ന് നമുക്ക് അറിയില്ല. ഉറപ്പാണോ? 3, 2, 1. തലമരവിച്ച് പോകുന്ന കഴിക്കാം. കഴിഞ്ഞിട്ടാ കഴിഞ്ഞു. എങ്ങനെയാണ് റൂൾസ്? എങ്ങനെയാണ് അത്രയും എന്തൊക്കെ ചെയ്താലാണ് തല സെറ്റ് ആയിട്ടില്ല. ഒറ്റ കമ്പത്തില പിടിച്ച പൗള ഇതാണോ? രണ്ടെണ്ണം കൂടി കഴിഞ്ഞ ചലഞ്ചിൽ എന്നെ അങ്ങോട്ടോ അസ്ഥി പ്രത്യേകിച്ച് താൻ കുടിക്ക് ദൈവം ഞാൻ പറഞ്ഞില്ലേ കർമ്മി വിത്തല്ലോ. ഞാൻ പൊട്ടിക്കാനായിരുന്നു ഉദ്ദേശം. ഓ, ഒരു തവണ കുടിക്കാൻ വേണ്ടി ഇയാൾ സിപ്പ് ചെയ്തോളൂ. ഞാൻ കുടിച്ചു. ഇയാൾ സിപ്പ് ചെയ്തോളൂ. ഒരു കവള് കുടിച്ചു. ഓ, അഭിനയിക്കണ്ട, ഇച്ചിരി കൂടെ കുടിച്ചേ. ഞാൻ തൊച്ചു പോലും കുറഞ്ഞ പോടാ. ഇവിടെ വരെ ഇത്രക്കേ ഞാൻ കുടിച്ചു. അങ്ങനെ ഈ റൗണ്ട് ഞാൻ മാത്രം ജയിച്ചു. എന്താ പൊതുവെ പിടിച്ചാ എനിക്ക് ഞാൻ തന്നെ ഇത് കഴിക്കാൻ പാടും. അത് തൊട്ട ഇനി വീണ്ടും പോകണം നമ്മൾ. ഇങ്ങനെ കാരണം ഞാൻ വിചാരിച്ചില്ല. ഓ മൈ ഗോഡ്. എല്ലാരും ഓരോ സിപ്പ് തമ്മിൽ കുടിച്ചിട്ടുണ്ട്. ഈക്വൽ.
ആരും വിചാരിച്ചില്ല അങ്ങനെ ഒരു സംഭവം വരുമെന്ന്. ഏറ്റവും കുറവ് സിപ്പ് കുടിച്ചവർക്ക് സർപ്രൈസ് ഉണ്ട്. സോ ഗൈസ്, അപ്പോൾ ഏറ്റവും കുറവ് സിപ്പ് കുടിക്കുന്ന ആൾക്ക് ഏറ്റവും എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഏറ്റവും കൂടുതൽ ജയിക്കുന്ന ആൾക്ക് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് ജെറ്റ് എങ്ങാനാണോ ആയിരിക്കും. എനിക്ക് കഴിഞ്ഞാൽ ജെട്ടിയെ കിട്ടിയ ഇത് കിട്ടില്ല ജെട്ടിയുടെ ഇത് മാത്രം. ബ്രോ, ഇത് ഞാനാ പറയണേ, സർപ്രൈസ് ഉണ്ട്. നിന്റേത് കൈലാശെടുത്ത് ഉണ്ടെന്ന്, സർപ്രൈസ് ഉണ്ടെന്ന്. അവിടെ ഇലാസ്റ്റിക് പൊക്കി കാണിക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ തേർഡ് റൗണ്ടിലേക്ക് പോകാം. തേർഡ് റൗണ്ട് ഗോയിങ് ടു സ്റ്റാർട്ട് റൈറ്റ് നൗ. എത്ര സെക്കൻഡാ? അയ്യോ, 8 സെക്കൻഡ്. 3, 2, 1. നല്ല ടേസ്റ്റ്. ഇപ്പൊ ഒരാൾക്ക് ഒരു പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് ഉള്ളു തീർക്കുന്നവർക്ക് ഒരു പോയിന്റ്. അത് ചിലപ്പോൾ കുളിൻ്റെ കളിയായിരിക്കും. എനിക്കറിയാം. നമ്മൾ കുറെ കൂടെ കണ്ടിട്ടുള്ള എന്തോ ഉടായ്പുണ്ടല്ലോ ഇതിനകത്ത്. ഇതിന് ഈറ്റിംഗ് ചലഞ്ച് അല്ലല്ലോ അങ്ങനെ കഴിക്കാനായിട്ട്. ഏറ്റവും കുറവുള്ള ആൾക്ക് പോയിന്റ് കൊടുക്കട്ടോ. ഇല്ല ആ വേണം. ഇല്ല എന്തോ ഏറ്റവും കുറവുള്ള ആൾക്ക് പോയിന്റ് കൊടുക്കണം. അത് തിന്നാ തിന്നൂടാ. അത് കുടിച്ചേക്കാ. അയ്യോ അയ്യോ, 30 സെക്കൻഡ് എനിക്ക് കഴിഞ്ഞു. അല്ല 30 സെക്കൻഡ് അവിടെ ഓൾറെഡി കഴിഞ്ഞായിരുന്നു ബ്രോ. സമയം പറയത്തില്ലേ? കഴിഞ്ഞിട്ട് ബ്രോ ഇങ്ങനെ ചെയ്തേ. അയ്യോ വിഷമമായോ? എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു. കുടിച്ചു എനിക്കതറിയാൻ വേണ്ടി ഈ മാഗിയും എന്ത് കാണിക്കുന്നത്? വെള്ളം അതിന്റെ പാട അതങ്ങോട്ട് അതൊന്നും പറ്റത്തില്ല. അതൊന്നും മാറ്റി കുടിക്കലൊന്നുമില്ല. കുടിച്ചില്ല. ഒരു കവളെന്നാ പറഞ്ഞേ. നാക്കിൽ നനയ്ക്കാറില്ല. ഞാൻ കഴിച്ച് ഒരു കവള് കുടിക്കടോ. എനിക്ക് തൊന്നയൊക്കെ ഉണ്ടല്ലോ. കള്ളനാട്ടോ മറ്റേ ഇതില് മുട്ടിച്ചിട്ടും അഭിനയിക്കല്ലേ അങ്ങോട്ട്. അങ്ങ് അഭിനയിച്ചങ്ങ് മറിയല്ലേടി. ബ്രോ അങ്ങ് ഫുള്ള് തിന്നുവാണല്ലേ? ബ്രോ അല്ല അങ്ങ് ഫുള്ള് തിന്നുവാണല്ലേ? എന്നാ വേണ്ട ബ്രോ തോറ്റ്. ഞാനെങ്ങനെ കൈ തൊട്ടിരുന്നു അപ്പൊ തീർന്നേ. എന്ത് കഷ്ടല്ലേ ബ്രോ. ഇനിയിപ്പോ ഒന്നും നോക്കണ്ട ബ്രോ, എല്ലാം കഴിച്ചു. ബ്രോ അത് കഴിച്ചോ, കുഴപ്പമില്ല. ഇച്ചിരി വെള്ളം കുടിച്ചാ പോരെ? അതെ കഴിച്ചോ ബ്രോ. പക്ഷെ ബ്രോ ഇങ്ങനെ കഴിക്കുമ്പോൾ വേറൊരു കുഴപ്പമുണ്ട്. ലാസ്റ്റ് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അത് ഞാൻ നേടിയെടുക്കും. അപ്പൊ തോറ്റി നടന്നാ പിന്നെ എങ്ങനെ നേടിയെടുക്കണേ? അടുത്ത റൗണ്ടിൽ ബ്രോ ഒക്കെ ഒന്നും കഴിക്കുന്നില്ലേ? നോക്കാം. ഉറപ്പാണോ? സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നെക്സ്റ്റ് റൗണ്ടിലേക്ക് സാധനം കൊണ്ടുവരട്ടെ. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ 5th റൗണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്ത് ഡേറ്റ് ആയിരിക്കും അറിയത്തില്ല. ക്രൂ കൊണ്ടുവരണം. അത് 5th അല്ലല്ലോ, ഇതിപ്പോ 4th ആണ്. ബ്രോ അല്ലേ നല്ല കഴിവുള്ള ആള്. 3 പെപ്സിയാ. പൊട്ടിക്കാൻ പാടില്ലാന്ന്. ക്രൂ ഇത് എത്ര മിനിറ്റ് ആണെന്ന് കുറച്ച് ഗസ് എങ്കിലും തന്നിട്ടുണ്ട്. ഞാൻ പറയാം. 7.5 മിനിറ്റ് 50. ഇത് ഫുള്ള് ഞാൻ കുടിച്ചു തീർക്കാം. അപ്പൊ തീർക്കുക 7 മിനിറ്റ് ഫുള്ള് എന്നാ കുടിച്ചോ. കുറച്ച് ഇതായിട്ട് ചിന്തിക്കുക. 7.5 മിനിറ്റിന് ക്ലൂ തന്നില്ല. 7.5 മിനിറ്റിന്റെ 7 സെക്കൻഡ്. സത്യം പറഞ്ഞ ഇപ്പൊ കുടിച്ചാൽ ഭയങ്കര ആശ്വാസമായിരിക്കും അല്ലേ? സത്യം. തുറക്കട്ടെ. ബ്രോ എപ്പോഴും അല്ല, അത് വായന്ന് കേൾപ്പിച്ചടാ. 3, 2, 1. അയ്യോ വേണ്ട. കുടിച്ചാ
കുടിച്ചാ എന്തുപറ്റി എല്ലാവർക്കും ഒരു സൈലൻസ്? നീ എന്താ കുടിക്കാതെ? ഞാനത് പൊട്ടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ന് വന്ന് അത് കഴിയുമ്പോ ഞാൻ അഥവാ ഞാനത് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. ഞാൻ കുടിച്ചു ദേ. എന്നാ പിന്നെ വേണ്ട. വെരി ടാലന്റഡ് പേഴ്സൺ. ഇത് കിട്ടിയിട്ട് സാധനം തിന്നാൻ വേണ്ട അവസ്ഥയാണല്ലേ. എന്തേ എന്തേ എന്താടാ ബീരുക്കളാണോ? ബീരുക്കൾക്ക് മരണം 1000 തവണ, ധീരന് മരണം 1 തവണ. വേണ്ട ഇതിന് ഞാൻ കളിക്കുന്നുണ്ടാ? ആണോ? നമ്മള് ബ്രോ നേരത്തെ പൊട്ടിച്ചു വെച്ചായിരുന്ന ബ്രോ ചീറ്റ എന്ന് പറയുന്ന സൗണ്ട് അത് അവിടെ കൂടി കേൾപ്പിച്ചോണ്ടാ പുള്ളി എന്ന് വെച്ചേ. അപ്പോഴീ ബ്രോഡ് ഇവിടുന്ന് സൗണ്ട് കേൾക്കുന്നോണ്ട് ബ്രോഡ് ഇസ് എന്നുള്ള സൗണ്ട് കാരണം ആ എസ് എന്നുള്ള സൗണ്ട് കേട്ടു. എന്തുകൊണ്ട് കാണിച്ചത്? അന്റെ ഇത്രേ ഉള്ളൂ. പോലും കുടിച്ചില്ല. പക്ഷെ കുടിച്ചാലേ ചാൻസ് എടുക്കാൻ പറ്റൂല. നമുക്കിപ്പം പറയാൻ പറ്റത്തില്ല. അതെ ഈ സാധനം കുടിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, കുടിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ തേങ്ങയ്ക്ക് ഇവിടെ വന്നിരിക്കണേ. ഞങ്ങളെ നമുക്ക് തിന്നാതെ പിടിച്ചിട്ടുണ്ടോ? നമ്മളാണ് ശരിക്കും ഇവിടെ കഷ്ടപ്പെടുന്നത്. നമ്മളാണ് ശരിക്കും കഷ്ടപ്പെടുന്നത്. ഇതെല്ലാം തിന്നാതിരിക്കുന്നത്. ഇത് ഫുഡ് ചലഞ്ച് ആണ്. ഇത് കഴിച്ചാലാണ് ഉണ്ടാവാൻ പറ്റുള്ളൂ. പിന്നെ സാധനം വരുമ്പോ ഇങ്ങനെ ഇരുന്നാ ഞാനൊരു കാര്യം പറയട്ടെ. ഒരു സെക്കൻഡ് അവിടെ തന്നിട്ടുണ്ടെങ്കിലോ? ഒരു സെക്കൻഡ് ക്രൂ എന്തായാലും ഒരു കവള് കഴിക്കാനുള്ള ഇത് എന്തായാലും ടൈം. അതെന്താ ബ്രോഡ് നേരത്തെ പറഞ്ഞിരുന്ന? ഇല്ല, പക്ഷെ അത് പറഞ്ഞില്ലല്ലോ. പിന്നെ അല്ലാണ്ട് പിന്നെ എന്നിട്ട് ഫുഡ് ചലഞ്ച് എന്ന് പറയുന്നത് പിന്നെ എന്തിട്ടാണ്? ഇപ്പൊ നമ്മള് കുടിക്കണം പറയണേ. കുടിക്കണം, കുടിച്ചില്ല. ഇത് ഫൗളാണ് ശരിക്കും. നിങ്ങൾ അങ്ങനെ ഫോളോ ഇട്ടേ അങ്ങനെ കിട്ടട്ടെ. ഇത് നമ്മൾ കുടിക്കാതിരിക്കണ ഏറ്റവും വലിയ കഷ്ടപ്പാട്. ബ്രോ കുടിച്ചില്ലേ? ഞാൻ കുടിക്കാൻ പറ്റിയില്ലേ? എന്നിട്ട് നമ്മൾ കുടിക്കാതിരിക്കുക. ഇത് ഫുഡ് ചലഞ്ച് ആണ്. ഇതിലെന്തിട്ട് ചുമ്മാ കഴിക്കാണ്ടിരിക്കണം. കൺവിൻസ് ചെയ്യാൻ നോക്കണ്ട. ഇത് ഞങ്ങൾ എനിക്കറിയില്ല. ഇതൊരു ഫെയർ പ്ലേ ആയിട്ട് എനിക്ക് തോന്നിക്കണില്ല. അല്ലേ? അല്ലല്ലേ? അല്ലെന്നാ പറയണേ. അല്ല, ഒരു ഫുഡ് ഐറ്റം ഒരു അത്യാവശ്യം സ്പീഡിൽ ഒരാൾക്ക് കഴിക്കാനുള്ള സെക്കൻഡ് എന്തായാലും ക്രൂ തന്നിരിക്കും. ആണല്ല ആ ക്രൂ അങ്ങനെയല്ല. 7 സെക്കൻഡ് ആയിരുന്നു തന്നെന്നാണ് പറയുന്നത്. ജക്ടർമൈമി എത്ര നേരം എടുത്തു? തീർത്തല്ലേ? അത് കഴിഞ്ഞിട്ട് എങ്ങാനും തൊട്ടിരുന്നെങ്കിലുണ്ടല്ലോ തീർന്നേനെ. ഞാൻ വിചാരിച്ചു 1 സെക്കൻഡ് ഉണ്ടാവുള്ളൂ എന്നാട്ടാ. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ടിൽ എന്താ നേരത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ടിലാണ് നിൽക്കുന്നത്. ഇപ്പൊ വന്നിരിക്കുന്നത് ഷവർമയാണ്. സോ ഗൈസ്, വേറെ റൂളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ ലാസ്റ്റ് റൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇത് ടൈമിന് മേലെ നമ്മൾ തോക്കുന്ന ആരൊക്കെയാണോ അവരവരുടെ ഇത് ഫുള്ള് കുടിച്ച് കേൾക്കണം എന്നാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. ഓക്കെയാണോ? എന്തുപറ്റി ഷവർമയിൽ തൊടാനൊരു പേടി? എന്തുപറ്റി? ഞാൻ ഫെയർ പ്ലേ ബ്രോ ഫെയർ പ്ലേ ആണ് ബ്രോ പറഞ്ഞാണ് ശരി. അപ്പോൾ 3, 2, 1. പേപ്പർ വന്നോ? പേപ്പർ അതിനി വായിലേക്ക് പ്ലാസ്റ്റിക് അതേപോലെ സീനാണ്. കയ്യിലേക്ക് കൊണ്ടുവന്നാൽ തനിക്ക് ഫൗളും കിട്ടും. ചാവട്ടെ. ഇത് പേപ്പർ ഞാൻ പൊടിച്ചിട്ട് ഞാൻ 3 അടി. പിന്നെ വെച്ചത് എനിക്ക് നല്ല ഷവർമ. ഇല്ല ഷവർമ. ബ്രോ ഞാൻ പിടിച്ചോണ്ടിരിക്കണേ. അതെങ്ങനെ ചെയ്യട്ടെ? നിങ്ങൾക്കെന്താ?
ഷവർമ്മ എന്തായാലും കിട്ടില്ല എനിക്ക് കഴിച്ചില്ലെങ്കിൽ. അതെന്താ പറ്റ എന്തിനാ അത് നോക്കി അത് അത്ര കഴിച്ചിട്ട് അത് കുടിച്ചാൽ കുഴപ്പമുണ്ടോ നമ്മളെ പോയൊരു ചർമ്മ ഇത് കുടിക്കുന്നതിനെക്കാട്ടി ചാവുന്നതിനെക്കാട്ടി ഒന്നല്ലോ ചർമ്മ ചാവുന്നതിനെക്കാട്ടി ബ്രോ അവിടെ ഫുള്ള് കഴിച്ചിട്ടിരിക്കുക. എനിക്ക് സ്പീഡുണ്ട്, ഞാൻ സ്പീഡ് യൂസ് ചെയ്തു. ഇപ്പൊ എത്ര കിലോ കവറുമായി പോയി കവള ഇത് തുപ്പിയാണ് വരുന്നത്. നന്നായി. ബ്രോ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു കടിയല്ലേ അടിച്ചേ? ഞാൻ ഇങ്ങനെ അതിന്റെ പകുതി മുക്കാൽ കവർ അതിനകത്തുണ്ട്. ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് ആ സ്ഥാനം താഴത്തേക്ക് ആക്കിയിട്ടാണ് കഴിച്ചത്. ഞാൻ എന്ത് ചെയ്തറിയോ, ഞാൻ ഇങ്ങനെ ഒരു കട കളിച്ചിട്ട് അത്രയും ഭാഗം കടിച്ചു. ഞാൻ കുറച്ചേ ഞാൻ മൊത്തം കഴിച്ചു. ഞാൻ മറ്റേ തുപ്പി കളയും ചെയ്തു. നല്ല ധൈര്യമാണോ? ഇല്ല കിട്ടൂല്ലോ, ഉറപ്പായിട്ടും കിട്ടുക. ഇല്ല അത് എന്തായാലും ക്രൂ കഴിക്കും. കഴിച്ചു. എനിക്ക് തന്നെ പറഞ്ഞ എനിക്ക് കഴിക്കാൻ അവസരം കിട്ടുമോ ഞാൻ ജയിക്കുകയാണെങ്കിൽ? എന്തിനാ എന്ത് കിട്ടുക? ഞങ്ങള് നിങ്ങൾ എന്താണ് ഇടുക? ഇതിൽ ജയിച്ചു കഴിഞ്ഞാൽ ഞാനും ഇവരുടെ ഒപ്പം എത്തും. അങ്ങനെ അതുണ്ട് കാരണം നമ്മളും തോറ്റില്ല, നമ്മള് കാണിച്ച് തോറ്റല്ലോ. ബ്രോ കൺവിൻസ് ചെയ്യാൻ നോക്കിയല്ലോ കൊറേ, പക്ഷെ നടന്നില്ല. അത് നടക്കൂല. കിടില ഷവർമ്മല്ലേ? ടൈം കഴിഞ്ഞിട്ട് 5 മിനിറ്റ് ആയിരുന്നു പറയണ്ട. അപ്പൊ ടോട്ടൽ എത്ര ടൈം ഉണ്ടായിരുന്നു? മിനിറ്റ് കുഴപ്പമില്ല, ഞാൻ കൊണ്ടുപോകട്ടെ. കഴിഞ്ഞു. ബ്രോ 1 മിനിറ്റ് കഴിഞ്ഞു. അതെന്തായാലും കഴിഞ്ഞു, കാരണം ലാസ്റ്റ് ഒക്കെ പറക്കി തിന്നുന്നുണ്ടായിരുന്നു. അതൊന്നും അതല്ല ബ്രോ, അല്ല ബ്രോ എന്തോ ലോജിക്കലി എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലോ. എന്തോ ഞാൻ 1 മിനിറ്റ് കഴിച്ചു തീർത്തില്ല. ഇല്ല ഇല്ല അതെ, ആദ്യം ഇത്തിരി കഴിഞ്ഞിട്ട് പിന്നെ കുറെ നേരം ഡിലീറ്റ് ആയിരുന്നു. ഇത് കഴിക്കണോ വേണ്ടയോ? 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് നീ കഴിച്ചു. സോ ഗൈസ്, അപ്പോ നമ്മൾ രണ്ടുപേരാണ് ഈ റൗണ്ടിലെ വിന്നേഴ്സ്. സോ അതുകൊണ്ട് സ്പെഷ്യൽ എന്തോ ഗിഫ്റ്റ് ഉണ്ടെന്ന് ക്രൂ ആദ്യം പറഞ്ഞത് കള്ളമല്ല. ബ്രോ കുടിച്ചോ ബ്രോ കണ്ടിന്യൂ, നമുക്കറിയാം. സോ ഗൈസ്, അപ്പൊ എന്താ ഐറ്റം എന്നുള്ളത് ഇപ്പൊ കൊണ്ടുവരും. അപ്പൊ അപ്പത്തേക്ക് നമ്മൾ ഇതൊന്ന് ക്ലിയർ ആക്കും. ഒന്ന് കുറച്ചേരം അവിടെ വെക്കോ, സാധനം വന്നിട്ട് കുടിക്കാം. അതാകുമ്പോൾ ഞങ്ങൾ തിന്നുകൊണ്ടത് കുടിക്കുന്നത് എനിക്ക് കാരണം. അപ്പൊ ഇത് രണ്ടും കൂടി കുടിക്കുവാണെങ്കിൽ ബ്രോയ്ക്ക് ഒരു ചെറിയ വീതം. ബ്രോ ഇത് കലക്കി. ഒന്നും പറയാലോ, ഒന്നും പറയണ്ട. നമുക്ക് ഇത് അല്ല, ഇത് പ്രശ്നമില്ല. ഇതിപ്പോ എന്ത് പ്രശ്നം? ഇത് സത്യം പറഞ്ഞാൽ ഒരു ഇതിലും ഇല്ലാത്ത. ഞാൻ വിചാരിച്ച ആദ്യത്തെ പോലെ ചട്ടി അളിയിൽ കൊല കോണാൻ തരും. പോകുന്നുണ്ടോ ബ്രോ? ഇതിന്റെ ഈ ഒരു ഇത് കണ്ടിട്ട് തന്നെ ഒരു ഫെയർ പ്ലേ നടത്തി. എനിക്കൊന്നും എന്ത് ഫെയർ പ്ലേ നടത്തി ബ്രോയ്ക്ക് ഒരു കൈയടി ബ്രോ. ശരി ഞാൻ നീറ്റിൽ നിന്ന് കഴിച്ചോളാം. മതിയാ? അല്ല, ഇത് ടൈം ഒന്നും ഇല്ലല്ലോ അല്ലേ? ബാക്കി സമാധാനത്തോടെ തിന്നാലോ. അയ്യോ, നല്ല പൂ പോലത്തെ റൈസ് അല്ലേ? അതാ റൈസും ഇതാ മറ്റേ അൽഫാമിന് ഇതുണ്ടോ? നോക്കട്ടെ. കണ്ണുകൊണ്ട് നോക്കിയോ? പുറമേ ഇരുന്ന് നോക്കിയോ? ബ്രോ കണ്ണുകൊണ്ട് നോക്കിയാ അതിട്ടാ. കാണാൻ രസമുണ്ടാ? വായിലേക്ക് വെച്ചിട്ടുണ്ടല്ലോ തൈര്. തൈര. അതെ, തൈര്. ബ്രോ അത് കുടിക്കാൻ നിന്നാ സത്യം പറഞ്ഞാണല്ലോ ബ്രോ. ബ്രോയ്ക്ക് തരാതെ ഇങ്ങനെ ഒന്ന് കഴിക്കുന്നത് എനിക്ക് വിഷമമുണ്ട്. പക്ഷെ നമ്മളിപ്പോ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ? ക്രൂ നമ്മുടെ ഇത് ഫുള്ള് എല്ലാം ക്രൂവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. മന്തി കഴിച്ചത്ര ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് തിരിച്ചിട്ടുണ്ടെന്ന് അറിയാം. കുഴപ്പമില്ല, അങ്ങനെ കഴിക്കാനാണെങ്കിൽ ഇതെങ്കിൽ മതിക്കട്ടെ ബ്രോ. ഇപ്പൊ കഴിക്കണ്ടോ? കഴിക്കുക. മുന്നത്തെ കൂടി നമ്മൾ ചിന്തിക്കും. അങ്ങനെ എന്തോ ബ്രോ ഞാൻ പറഞ്ഞതല്ലേ? ഒന്നും നോക്കണ്ട. ഒറ്റടി കുടിക്കണം, അല്ലെങ്കിൽ തരത്തില്ല കേട്ടാ. അതിനെ അതവിടെ വെച്ചിട്ടിരുന്നോ? ഒരു പീസും ഇല്ല. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയായിരുന്നല്ലേ? പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും.